എറണാകുളം അങ്കമാലിയിൽ ആദ്യത്തെ കുഞ്ഞ് പെണ്ണായത് ഭാര്യയുടെ കുറ്റം കൊണ്ടാണെന്ന് പറഞ്ഞ് ഭർത്താവിന്റെ ക്രൂരമർദ്ദനം. യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ച് ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തു. യുവതി ചികിത്സ തേടി ആശുപത്രിയിലെത്തിയപ്പോഴാണ് മർദ്ദന വിവരം പുറത്തറിഞ്ഞത്. എഫ്ഐആറിന്റെ പകർപ്പ് 24 ലഭിച്ചു. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ശ്യാം, നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. 2021 മുതൽ ഇങ്ങോട്ടേക്ക് കൊടിയ പീഡനം, അതും അത്ര ബുദ്ധിശൂന്യമായ ഒരു വാദത്തിന്റെ പുറത്ത് എന്താണ് സംഭവിച്ചത്? ആരും ഈ യുവതിയെ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ ഈ മർദ്ദനം തടുക്കാൻ ഒന്നും ആർക്കും ഇടപെടാൻ കഴിഞ്ഞിട്ടില്ലേ? ഗോകുൽ, അത്തരം കാര്യങ്ങളൊക്കെ ഇനി പോലീസ് അന്വേഷണത്തിൽ പുറത്തു വരേണ്ട വസ്തുതകളാണ്. പക്ഷെ ഇതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത ഇത് കേരളത്തിലാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആദ്യത്തെ കുഞ്ഞ്, അത് എന്ത് കുഞ്ഞാണെങ്കിലും കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു തലമുറയും സംസ്കാരവുമുള്ള കേരളത്തിലാണ് പെൺകുഞ്ഞ് എന്ന പേരിൽ ആ കുഞ്ഞ് ജനിച്ചു എന്ന പേരിൽ ഒരു യുവതിക്ക്, അത് വെറും 29 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു യുവതിക്ക് കഴിഞ്ഞ 4 വർഷത്തോളം ഭർത്താവിന്റെ പക്കൽ നിന്ന് ക്രൂരമായ മർദ്ദനമേൽക്കേണ്ടി വന്നു. അത് മാനസികവും ശാരീരികവുമായ പീഡനമായിരുന്നു എന്ന വിവരം പുറത്തു വരുന്നത്. ഇത് ഈ മർദ്ദനത്തിൽ പരിക്കേറ്റതോടെ ഈ യുവതി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇപ്പോഴെങ്കിലും ഈ വിവരം പുറത്തറിയുന്നത്. 4 വർഷമായി ആ പെൺകുട്ടി ഇത് സഹിച്ചു വരികയായിരുന്നു. ഈ മർദ്ദനത്തിലെ ചില അസ്വാഭാവികതകൾ തോന്നി ഡോക്ടർ ചോദിച്ചപ്പോഴാണ് ഈ വീണ് പരിക്കേറ്റു എന്ന് പറഞ്ഞ പെൺകുട്ടി പിന്നീട് ഭർത്താവിന്റെ മർദ്ദനത്തെക്കുറിച്ചും താൻ അനുഭവിച്ച ക്രൂരതകളെ കുറിച്ചും ഡോക്ടറോട് പറയുന്നത്. അവിടെ നിന്നാണ് ഈ വിവരം പോലീസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നത്. പോലീസും ആദ്യഘട്ടത്തിൽ ഗാർഹിക പീഡനം എന്നുള്ള രീതിയിൽ വന്നെങ്കിലും പെൺകുട്ടിയുടെ മൊഴിയുടെ വിവരങ്ങൾ അറിഞ്ഞപ്പോൾ പോലീസുകാർ പോലും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് നമ്മൾ ഉദ്യോഗസ്ഥരോട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്. 4 വർഷം ഈ പെൺകുട്ടി എന്തിനാ ഇതിങ്ങനെ സഹിച്ച് ആ വീട്ടിൽ നിന്നു എന്നുള്ളതാണ് പോലീസുകാർ പോലും ചോദിക്കുന്നത്. ഒടുവിൽ ഇതിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്നത് തന്നെ പെൺകുഞ്ഞുണ്ടായത് ഭാര്യയുടെ കുഴപ്പം കൊണ്ടാണ്, പ്രശ്നം കൊണ്ടാണ് എന്ന് കുറ്റപ്പെടുത്തിയും മോശം വാക്കുകൾ ഉപയോഗിച്ചുമാണ് അവരെ സ്ഥിരമായി ഇയാൾ ഉപദ്രവിച്ചിരുന്നതും മാനസികമായി അപമാനിച്ചിരുന്നതും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ഈ ഭർത്താവ് എന്ന് പറയുന്ന ആൾക്കെതിരെ ഇപ്പോൾ കേസ് എടുത്തിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടായിട്ടില്ല. നേരത്തെ വനിതാ കമ്മീഷൻ ഉൾപ്പെടെ ഇതിൽ അറസ്റ്റിലേക്ക് പോകാൻ നിർദ്ദേശിക്കുമെന്ന് 24 പറഞ്ഞിരുന്നു. ഏതായാലും നിലവിൽ ആ പെൺകുട്ടി സ്വന്തം വീട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. ഇത് വളരെ മുൻപ് തന്നെ സംഭവിക്കുകയും നിയമത്തിന്റെ മുന്നിൽ എത്തുകയും ചെയ്യേണ്ട ഒരു കുറ്റമായിരുന്നു. പക്ഷേ ആ പെൺകുട്ടി കഴിഞ്ഞ 4 വർഷം ഇത് സഹിച്ചു. 2021 മുതൽ, വിവാഹം കഴിഞ്ഞത് 2020-ലാണ്. 2021 മുതൽ ഈ കുഞ്ഞ് ജനിച്ച ദിവസം വീട്ടിലേക്ക് വന്നതിന് ശേഷം മുതൽ ഈ തീർച്ചയായും അസംബന്ധമാണ് അയാൾ കാട്ടിയത്. അതിന് പുറത്താണ് ഈ കൊടിയ അക്രമം, അതിന് ഒപ്പം തന്നെ മാനസിക പീഡനം, ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് പുറത്തു വന്നിരിക്കുന്നതിലും ആ 24 പുറത്തുവിട്ട ആ വാർത്തയെ ഇപ്പോൾ വനിതാ കമ്മീഷന്റെ കൂടി ഇടപെടലുണ്ടായിട്ടുണ്ട്. എസ് ശ്യാംകുമാറാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.